ഓഹോ, അപ്പൊ ഇന്നസെന്റ് എന്ന് അറിഞ്ഞില്ലേ? ഇല്ല. ആ കുമ്പടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്താ ഉണ്ടായത്? ടൈലർ പ്രഭാകരനും ബസ് സ്റ്റാൻഡിലെ സുന്ദരനും തമ്മിൽ എന്തോ കശപിശ ഉണ്ടായിരുന്നു. അവസാനം അടിയിൽ കലാശിച്ചു എന്നാ കേട്ടത്. എന്താ കാര്യം? സുന്ദരൻ അയാളെ കളിയാക്കിയെന്നോ മറ്റോ പറഞ്ഞു കേട്ടത്. അല്ല, എങ്ങനെ കളിയാക്കാതിരിക്കും? എന്തേ? ഈ പ്രഭാകരന്റെ വേഷം ഒന്ന് കാണണം. കഴുത്തിലൊരു മഫ്ലറും പാന്റും ഷർട്ടും അതിന്റെ പുറമെ ഒരു ബനിയനും. അതെന്താ അങ്ങനെ? പട്ടാളത്തിലായിരുന്നല്ലോ, പട്ടാളത്തിൽ വെച്ച് ശീലമായെന്ന് അയാൾ പറയുന്നത്. എന്നിട്ടിപ്പോ അയാൾ എവിടെയുണ്ട്? ആ ജോളി വാറിൽ 2 അടിക്കാൻ കയറിയിട്ടുണ്ടാവും. അല്ല, പ്രഭാകരനല്ലേ? ഇന്നസെന്റാ? താനെന്ന് നാട്ടിലായിരുന്നോ? ഇല്ല. എന്തേ? ഞാൻ വന്നിടക്ക് തന്നെ അന്വേഷിച്ചായിരുന്നു. കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്തൊക്കെയാ പ്രഭാകരേട്ട വിശേഷങ്ങള്? ഇന്നലെ ബസ് സ്റ്റാൻഡില് സുന്ദരനായിട്ട് വഴക്കിട്ടെന്ന് കേട്ടല്ലോ. ശരിയാ. നീ ഇതെങ്ങനെ അറിഞ്ഞു? നീ വന്നേ, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. താൻ ഓർക്കുന്നുണ്ടല്ലോ പണ്ടത്തെ ശാരദയുടെ സംഭവങ്ങളൊക്കെ? എങ്ങനെ മറക്കാനാ പ്രഭാകരേട്ട? ഞാനും അത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചില്ല. പ്രഭാകരേട്ടനൊരു മുന്നറിയിപ്പേ തന്നായിരുന്നു. പക്ഷെ പ്രഭാകരേട്ടൻ അത് വകവച്ചില്ല. മുന്നറിയിപ്പൊക്കെ തന്നു, പക്ഷെ നീ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ സംഭവത്തോടെ ആകെ നാണക്കേടായി. കടയിലെ സാധനങ്ങളും മെഷീനും എല്ലാം കൂടി ഞാനൊരു ചെറിയ വില കടയിലങ്ങ് വിറ്റു. പിന്നെ നേരെ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. അവിടെ വെച്ച പട്ടാളത്തിൽ ചേർന്ന്. ഏതാണ്ട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു നേപ്പാളി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. 2 കുട്ടികളുമായി. അതെ, തനിക്കിപ്പോ എന്താ ജോലി? ഇല്ല, ഒന്നും ആയിട്ടില്ല. അല്ല, സുന്ദരനായിട്ട് വഴക്കുണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. താനിതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, ചെറിയ ചെറിയ തമാശകളും കളിയാക്കലും ഒക്കെ എനിക്കിഷ്ടം. പക്ഷെ അത് അതിര് കടന്ന മോശമല്ലേ? അല്ല, ആരാ പ്രഭാകരനെ കളിയാക്കിയത്? ആ സുന്ദരനും കൂട്ടരും തന്നെ. ഞാൻ എന്നും 2 അടിക്കും. എടാ, ജമ്മു അതിർത്തി വെച്ചുള്ള ശീലോ അതിവിടെ വന്നിട്ട് മാറിയിട്ടില്ല. ഞാൻ ഈ ജോലി ബാറിൽ പോയി 2 അടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഈ സുന്ദരനും കുമാരനൊക്കെ ഒരു കളിയാക്കല. എന്ത് പറഞ്ഞ കളിയാക്കണേ? എന്താ തണുക്കുന്നുണ്ടോ കുളിരുന്നുണ്ടോ എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു നോക്കി. പിന്നെ ക്ഷമ കെട്ടപ്പോ 2 പൊട്ടിച്ച്. അത്ര തന്നെ. അത് കഴിഞ്ഞപ്പോ യാതൊരു കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ. താ ഒരു ദിവസം വീട്ടോട്ട് ഓടോ. നല്ല നേപ്പാളി ചപ്പാത്തിയും ബജിയൊക്കെ ഉണ്ടാക്കി തരാ. എന്നാ താൻ വരിക? വരാം, ഞാൻ ഒരു ദിവസം വരാം. എങ്കിൽ പിന്നെ എനിക്കിത്തിരി കാര്യമുണ്ട്. ഞാൻ ഒരാളെ കാത്തിരിക്കായിരുന്നു. നമുക്ക് പിന്നെ കാണാം. കാരണം ഓക്കെ എന്നാ. എങ്ങനെ വിയർത്ത് കുളിക്കാതിരിക്കും ഈ വേഷം കെട്ടി നടന്നാല്? ഇത് കണ്ട ആൾക്കാരെങ്ങനെയാ ചോദിക്കാതിരിക്കണേ തണുക്കുന്നുണ്ടോ കുളിരുന്നുണ്ടോ എന്നൊക്കെ? ഒരിക്കലൊരു ദിവസം ഒരു ഷൂട്ടിംഗ് ഇരിഞ്ഞാലക്കുട പരിസരത്ത് വെച്ച് തന്നെയാണ് ഷൂട്ടിംഗ്. ഒരു കോളനിയിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ആ കോളനിയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പോലീസുകാരൊക്കെ ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ അവിടെ നിന്ന് തന്നെ 2-3 പ്രാവശ്യം കൈ പൊക്കി കാണിച്ചു. അപ്പം ഞാനിങ്ങനെ നോക്കി, ആരവർ? വിടർന്ന കണ്ണുകൾ. ഞാൻ പണ്ടെങ്ങാണ്ട് കണ്ട പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് വേറെ ആരുമല്ല, ആ പഴയ ശാരദയായിരുന്നു.